ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് മീറ്റിങ്ങിന് പോകാനുണ്ട് സച്ചുവിൻ്റെ സ്കൂളിൽ. മാത്രമല്ല ഇന്നിപ്പോൾ ഇവിടെ ഉമ്മ ഉപ്പയൊന്നും ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർത്തിട്ട് അവൻ്റെ മീറ്റിങ്ങിന് പോകാനുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്നലെ തന്നെ ഉഴുന്ന് ദോശയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സച്ചൊക്കെ നീറ്റ് വരുന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് ചുട്ടു കൊടുക്കുകയായിരുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബിരിയാണിയാണ് കേട്ടോ ഇന്ന് റെഡിയാക്കുന്നത്. ഇന്നിപ്പോൾ പോകാനുണ്ടായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ബിരിയാണി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ബിരിയാണി റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു പാനിൽ ആദ്യം തന്നെ സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്നത്തെ ബിരിയാണി 1/2 kg ആണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 സവാള മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസ് വലുപ്പമുള്ള 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 3ഉം കൂടി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അതവിടെ വഴറ്റിയെടുക്കുന്ന സമയത്ത് തൊട്ടടുത്ത അടുപ്പിൽ ഞാൻ ഗീ റൈസ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗീ റൈസ് റെഡിയാക്കിയിട്ടാണ് ഇന്നത്തെ ബിരിയാണി ചെയ്യുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഗീ റൈസ് റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഗീ റൈസ് റെഡിയാക്കുന്നതിൻ്റെ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂണോളം ബിരിയാണി മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സാക്കി വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ തൈരിൻ്റെ കൂടെ തന്നെ കുറച്ച് വേണമെങ്കിൽ ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ കുക്കറിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിൽ വന്നാൽ തന്നെ നമ്മൾ ഗീ റൈസ് റെഡിയാകും കേട്ടോ. ഒരുപാട് സമയം വെക്കേണ്ട, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഒറ്റ വിസിൽ മാത്രം മതി. അപ്പോൾ അത് ഇറക്കി വെച്ചതിന് ശേഷം ഒരു ഫ്രൈ പാൻ വെക്കുന്നുണ്ട്. ഇത് ചിക്കൻ പൊരിച്ചെടുക്കാനാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ബാക്കി ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗീ റൈസിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ അടുപ്പത്ത് ചിക്കൻ ഫ്രൈ ആക്കാനായിട്ട് വെക്കുകയാണ്. ചിക്കൻ ഇവിടെ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്തിന് ഞാൻ ബിരിയാണി ഒന്ന് ദമ്മിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വഴറ്റി വെച്ച മസാലയിലേക്ക് ഈ ഗീ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നോർമലി ബിരിയാണിക്ക് ദം ചെയ്യുന്ന പോലെ തന്നെ ദം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ബിരിയാണി മസാല, പിന്നെ സൺഫ്ലവർ ഓയിൽ, മല്ലിച്ചപ്പ് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് 5 മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി, ഒരുപാട് സമയം വെച്ച് കൊടുക്കണ്ട.
അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ആവി വന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ദം ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും. മുകളിൽ കണ്ണിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതിലേക്കുള്ള സാലഡ് റെഡി ആക്കി എടുത്തു. പിന്നെ ഇതാ ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിയാണ് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതാ ഒരുപാട് പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം തന്നെ കഴുകി വെക്കുകയാണ്. അപ്പോൾ ആ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ലച്ചു എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് പാലെടുത്ത് അവളെ കുളിപ്പിക്കലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ ഒന്ന് കിച്ചണും കൂടെ അടിച്ചേരി തുടച്ചിടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിടുകയാണ്. അങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇക്ക എത്തി കേട്ടോ. അപ്പോൾ പിന്നെ ഫുഡൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഇനി ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ഫുഡ് കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മീറ്റിങ്ങിന് പോയിട്ടുള്ളത്. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് മീറ്റിങ്ങിന് എത്തിയിട്ടുണ്ട്. ഞാനും ലച്ചും കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇക്ക ഇവിടെ ഇറക്കിയിട്ട് പോയതാണ്. ഇനിയിപ്പോൾ പോകുമ്പോൾ സച്ചുവിനെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോവുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളിവിടെ ആക്കിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.